അപ്പൊ എല്ലാവർക്കും അപ്ഡേറ്റ്സ് കോർണർ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഭയങ്കര ഹോട്ട് ആയിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ആയിരുന്നു നടന്നിട്ടുള്ളത്. നോക്കാം. ദുൽഖർ സൽമാന്റെ അപ്ഡേറ്റ് ആണ് ആദ്യം പറയുന്നത്. DQ41 അപ്പോൾ സിനിമയുടെ പൂജ ഇപ്പൊ അടുത്ത് നടക്കണ്ടായി. നാനി വന്നിട്ട് ക്ലാപ്പ് ചെയ്തിട്ട് ഇന്നായിരുന്നു ആഗസ്റ്റ് 4 സിനിമയുടെ ഡയറക്ടർ രവി ആണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമയുടെ കൂടുതൽ ക്രൂ മെമ്പേഴ്സോ കാസ്റ്റ് മെമ്പേഴ്സോ അതിന്റെ കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത തെലുങ്ക് സിനിമ DQന്റെ ഇപ്പൊ വരാൻ പോകുന്ന തെലുങ്ക് സിനിമകളിൽ അദ്ദേഹം ഒരുപാട് അഭിനയിക്കുന്നത്. ആകാശം ലോകത്താരെയാണ് ഇനി അദ്ദേഹത്തിന് അടുത്ത റിലീസ് ചെയ്യാനുള്ള തെലുങ്ക് ഫിലിം. അതുപോലെ തന്നെ ഈ സിനിമയുടെ വളരെ കുറച്ച് ന്യൂസ് വന്നിട്ടുള്ളൂ. ഇപ്പൊ പൂജയാണ് നായികയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ GB പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. ഈ സിനിമയുടെ ഡയറക്ടർ രവി മുന്നേ പരശുരാം പറഞ്ഞ ഡയറക്ടർ, അതായത് മഹേഷ് ബാബുവിന്റെ സർക്കാർ വാരിപ്പാട്ട സിനിമയുടെ അസോസിയേറ്റ് ആണ് അദ്ദേഹം. ഇനി സെക്കൻഡ് അപ്ഡേറ്റ് ബബബ ഫൈനൽ സ്കെഡ്യൂളിലേക്ക് കിടക്കുകയാണ്, അവസാനിക്കാനായി. ഈ ഫൈനൽ സ്കെഡ്യൂൾ കഴിഞ്ഞാലാണ് നമുക്ക് പടത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ കുറച്ചധികം ഉണ്ടാവില്ല. ഓഗസ്റ്റ് 18 ഷൂട്ട് കഴിയും. ഞാനത് നെക്സ്റ്റ് ഇയർ വിഷുവിന് പ്രതീക്ഷിക്കണേ. അത്രക്കും ലേറ്റ് ആവില്ലേ? അല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ റിലീസ് ആയിരിക്കും ആ സിനിമ മിക്കവാറും. അത് വന്ന ഇപ്പൊ നമ്മുടെ പാലക്കാട് സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ പടത്തിന്റെ ഒരു 5 ദിവസം ഷൂട്ടും കൂടി ഉള്ളു. എറണാകുളത്താണ് ഫൈനൽ ഷെഡ്യൂളാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു പൂജ റിലീസ് അല്ലെങ്കിൽ ക്രിസ്മസ് റിലീസാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ക്രിസ്മസ് റിലീസ് എന്ന് പറയുമ്പോ ഭയങ്കര ടൈറ്റ് ആയിരിക്കും. ഓൾറെഡി അവതാർ അല്ല, ഈ വർഷത്തിൽ തന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് സംഭവം. ആ സിനിമ കിട്ടാൻ വേണ്ടിട്ട്. അതെ. അടുത്തത് അപ്ഡേറ്റ് നോക്കുന്നത് നമ്മളിപ്പോ ആഗസ്റ്റ് 14 റിലീസ് ചെയ്യുന്ന കൂലി സർട്ടിഫിക്കറ്റ് ആണ് സിനിമക്ക് വന്നിട്ടുള്ളത്. സന്തോഷം ഉണ്ട് അതിൽ. കാരണം വെച്ച് കഴിഞ്ഞാല് ലിയോ ആണെങ്കിലും വിക്രം ആണെങ്കിലും അത് UA 60+ ഒതുക്കാൻ വേണ്ടിട്ട് ലോകേഷ് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നോ കോംപ്രമൈസ്, ചോരക്കളായിരിക്കും. അല്ല, ഇത് ഇപ്പൊ രജനീകാന്തിന് കുറെ കാലത്തിന് ശേഷം സർട്ടിഫിക്കറ്റ് ശിവ പറഞ്ഞിട്ടുള്ള സിനിമയ്ക്കാണ് സർട്ടിഫിക്കറ്റ് വന്നത്. അപ്പോ ഫാമിലിയൊക്കെ കേറുന്ന സംശയമില്ല. ഇതിപ്പോ വയലൻസ് ആണ് സർട്ടിഫിക്കറ്റ്, അതായത് വയലൻസ് സീനുകളാണ്. ഏത് തരത്തിലുണ്ട് നമുക്ക് ലാസ്റ്റ് ഇപ്പോ റായൻ പറഞ്ഞ സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് ആയിരുന്നു. പക്ഷെ അത് കാര്യമായിട്ട് അതിലൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു ഭീകരത ഉണ്ടായിട്ടില്ല. അന്ന് ലാസ്റ്റ് വന്ന കിങ്ഡം സിനിമക്ക് UA ആയിരുന്നു. അത് ഇച്ചിരി പ്രശ്നമായിരുന്നു. അപ്പൊ ഏത് തരത്തിൽ എന്താന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സലാറ് സർട്ടിഫിക്കറ്റ്. അതെ. അപ്പൊ സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നത് 2 മണിക്കൂർ 49 മിനിറ്റ് ആണ്. അപ്പൊ ലൊക്കേഷന്റെ സ്ഥിരം ഡ്യൂറേഷൻ തന്നെയാണ്. അതിൽ നമുക്ക് ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതിൽ തന്നെ രജനീകാന്ത് വരുന്നുണ്ട്. ഒരുപാട് കാര്യം പറയാനുണ്ട് പുള്ളിക്ക്. അപ്പൊ അടുത്തത് രാമായണത്തിന്റെ രാമായണ സിനിമ നിതീഷ് തിവാരിയുടെ, അതായത് ഇന്ത്യയിലെ ഏറ്റവും കളക്ട് ചെയ്ത സിനിമ ഡയറക്ട് ചെയ്ത മനുഷ്യനാണ്. അതല്ലാതെ തന്നെ ചിച്ചോർ പോലുള്ള സിനിമകളൊക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിതീഷ് തിവാരി രാമായണമായിട്ട് വരുമ്പോ അത് യാഷ് പോലെ ഒരാള്, രൺബീർ കപൂർ പോലെ ഒരാള്, നല്ല ജയൻസ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഉൾപ്പെടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മുതൽ ഉള്ള സിനിമയായിട്ട് വരുന്നു. ആ സിനിമ അത് തിരിച്ചു പിടിക്കുന്ന തരത്തിൽ തന്നെ അത് 40 to 50 ലാംഗ്വേജുകളിൽ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം അത് ആ സിനിമയുടെ മ്യൂസിക് ഡയറക്ടേഴ്സിനെ കൊണ്ടെന്ന് വെച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇന്റർനാഷണൽ ആയിട്ട് ചെയ്യാൻ പോകുന്നുള്ള കാര്യം. പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പിക് സാധനമാണ്. അത് നമുക്കതിന്റെ കഥ പലർക്കും പല രീതിയിൽ പറയാം. ഒരു കഥ ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പറയണമെന്നുള്ളൂ. റിലീസ് 2026 ദീപാവലി. അതായത് ഇനി ഒരു വർഷം കിടക്കുന്നുണ്ട്. അതിനുള്ളിൽ അവർക്ക് ചെയ്ത് തീർത്താൽ മതി. അത് ഒറ്റ കഥയാണെന്നുണ്ടെങ്കിലും വിഷ്വലൈസേഷൻ സംവിധായകന് ഒരു വിഷൻ ഉണ്ടായിരിക്കും. ആ സിനിമയിൽ നമ്മൾ പറഞ്ഞ പോലെ VFX-നാണ് ഏറ്റവും കൂടുതൽ. പിന്നെ രാമായണത്തിൽ ഏത് ഭാഗമാണ് എടുക്കുന്നത് അറിയില്ല. സിനിമ 2 പാർട്ടാണ് വരുന്നുള്ളൂ. ഇനി അടുത്ത അപ്ഡേറ്റ് മഹേഷ് നാരായണൻ സൽമാൻ ഖാൻ ഒരു സബ്ജക്ട് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ഒരു അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അതിപ്പോ ബോളിവുഡ് ആക്ടേഴ്സ് ആവട്ടെ ഡയറക്ടേഴ്സ് ആവട്ടെ സൗത്തിലേക്ക് വാരിയായിട്ട് നോക്കുന്നുണ്ട്. സൗത്തിലത്തെ ടെക്നീഷ്യൻസിനെ അവിടെ കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ് മാത്രല്ല, നമ്മുടെ ഇവിടെ വന്ന സിനിമകളൊക്കെ റീമേക്ക് ചെയ്യണ പരിപാടി അത് സ്ഥിരമായിട്ടുള്ള പരിപാടി. അല്ല, ടെക്നീഷ്യൻസിനെ ഞാൻ പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ സൽമാൻ ഖാൻ കുറച്ച് മോശം സമയമാണ്. അദ്ദേഹത്തിന്റെ ഒരു ആണ് അതെന്ന്. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം സിനിമയാണെന്ന് പറയുമ്പോ അതിന്റെ മുമ്പത്തെ പടം വീരത്തിന്റെ റീമേക്കാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സൽമാൻ ഖാന്റെ ബോക്സ് ഓഫീസ് പവർ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ഓർഡർ ആയിട്ട് ഒരു 12 or 13 സിനിമ 100 കോടി അടിച്ചിട്ട് വന്ന ആളാണ്. അപ്പൊ
അദ്ദേഹത്തിന് ബോക്സ് ഓഫീസ് നല്ല പവറുണ്ട്, പക്ഷെ അതിന്റെ കാലിബർ തെളിയിക്കാൻ പറ്റിയ ഒരു സിനിമ കിട്ടണില്ല. അത് പിന്നെ അദ്ദേഹം നല്ലൊരു ആക്ടർ ആണ് ശരിക്കും. ബജ്രംഗി ഭായ്ജാനൊക്കെ കണ്ട് നമുക്കത് അറിയാം, അതിലൊന്നും തർക്കമില്ല. അപ്പൊ അങ്ങനെ നല്ലൊരു സ്ക്രിപ്റ്റ് ആണെങ്കിൽ അതെ. അടുത്ത നമ്മുടെ LIK ലവ് ഇൻഷുറൻസ് കമ്പനി, നമ്മുടെ വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്തിട്ട് നമ്മുടെ പ്രതിഭ നായകനായിട്ട് കുറെ കാലമായി സിനിമ റിലീസാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. കാരണം സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് പ്രൊഡക്ഷൻ ഹൗസ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് ബാക്കി സിനിമ വിഘ്നേഷും ഷൂട്ട് ചെയ്ത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ സിനിമയുടെ ഇപ്പൊ ലാസ്റ്റ് സെപ്റ്റംബർ 18 സിനിമ റിലീസ് ആകുമ്പോൾ മറ്റു പോസ്റ്ററൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ സിനിമയുടെ OTT വിറ്റ് പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് സിനിമയുടെ ഡേറ്റ് മാറ്റാൻ സാധ്യത ഉണ്ട്. അപ്പൊ നോക്കുമ്പോ തൊട്ടടുത്ത മാസം തന്നെ ഡ്യൂഡ് സിനിമ റിലീസ് ആവുന്നുണ്ട്. ആ സിനിമയും പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യത ഉണ്ട്. ഒന്നെങ്കിൽ തീയതികൾ വെച്ചു മാറാനെങ്കിലും. അതെ. അപ്പൊ ആ സിനിമ മാറുകയാണെങ്കിൽ ഇവര് ഈ സിനിമ കൊണ്ടുപോയിട്ട് ഒക്ടോബർ 18 നമ്മുടെ ദീപാവലിക്ക് റിലീസ് ചെയ്യും. എന്തായാലും കുറച്ച് ഗ്യാപ്പ് വെച്ചിട്ട് തന്നെ അവര് റിലീസ് ചെയ്യും. സപ്പോസ് പ്രദീപ് 2 സിനിമ അഭിനയിച്ചിട്ടുള്ളെങ്കിലും പുള്ളിക്ക് അവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഇനി സപ്പോസ് ഡ്യൂഡ് സിനിമ മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ LIK അടുത്ത വർഷം വാലന്റൈൻസ് ഡേക്ക് അവർ റിലീസ് ചെയ്യുന്നുണ്ടാവുക. ഇച്ചിരി ലോങ് ആണ്, പക്ഷെ എന്നാലും അതായിരിക്കും നല്ലത്. അടുപ്പിച്ച് 2 സിനിമ വരുന്നതായിട്ട് നല്ലത്. കാരണം ഒക്ടോബർ ഫസ്റ്റ് വീക്ക് കാന്താരയും ഇഡ്ലിക്കടയും റിലീസ് ആവുന്നുണ്ട്. അപ്പൊ വളരെ ടൈറ്റ് ആയിരിക്കും അവിടെ നല്ല എല്ലായിടത്തും ഇനി ടൈറ്റ് ആണ്. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഗൂഢാചാരി സെക്കൻഡ് പാർട്ട്. ഗൂഢാചാരി ഇപ്പോ ഇന്ത്യയിൽ വന്ന സ്പൈ ത്രില്ലേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു സിനിമയാണ്. ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സിനിമ കണ്ട ആദിവിശേഷിന്റെ ക്ഷണം, യവരു, ഗൂഢാചാരി തുടങ്ങിയ സിനിമകളൊക്കെ കണ്ട ആൾക്കാർക്ക് അറിയാം ആ സിനിമ എത്രത്തോളം അടിപൊളി ഒരു സിനിമയാണ്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ട് വരുന്നു. അത് അടുത്ത വർഷമാണ് വരുന്നത്, മെയ് 2026 മെയ് 1 വരുന്നത്. അപ്പൊ സിനിമയിൽ ഇമ്രാൻ ഹാഷ്മിയാണ് വില്ലനായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വിനയ് കുമാറാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ സിനിമ ഡയറക്ട് ചെയ്ത ആളല്ല, അത് അദ്ദേഹത്തിന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂട്ട് ആണ് സിനിമ. അപ്പോൾ ആ സിനിമ ആദിവിശേഷനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ല സിനിമയിൽ മാത്രം അഭിനയിക്കുള്ളൂ എന്ന് വാശിയുള്ള പോലത്തെ ഒരു ആക്ടറാണ്. പുള്ളിനെ അങ്ങനെ എല്ലാത്തിലും കാണാൻ പറ്റില്ല. പക്ഷെ പുള്ളി ഇപ്പൊ മലയാളം പറഞ്ഞാലുള്ള 2 സിനിമയിലും പുള്ളിയാണ് സ്ക്രിപ്റ്റ് വർക്കിങ്ങിന് ഇരുന്നിട്ടുള്ളത്. അപ്പൊ ആ സിനിമ നന്നാവണം എന്ന് പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ഗൂഢാചാര്യയുടെ സെക്കൻഡ് പാർട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ കൂടുതലാണ്. അത് ആ സിനിമയെ സംബന്ധിച്ച് ഇപ്പൊ ആദിവിശേഷനെ സംബന്ധിച്ചിടത്തോളം എവര് കണ്ട ആൾക്കാർക്ക് ഭയങ്കര പരിചിതമായിട്ട് നോക്കും. ഹിറ്റ് സെക്കൻഡ് പാർട്ടിലും ഹിറ്റ് 3 ക്ലൈമാക്സിലും അദ്ദേഹം വന്നു. ഇനി കുറച്ചും കൂടി പരിചയം വേണ്ടിയിട്ട് പറയാം, ബാഹുബലിയിൽ റാണയുടെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്ന മൂപ്പരാണ് ആദിവിശേഷാണ്.